ദാസേട്ടൻ്റെ 10 മികച്ച ഗാനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ദാസേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ചും ലൈഫ് സ്റ്റോറിയെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ ഈശ്വരൻ തന്ന വരദാനമാണ് മലയാളികളുടെ അഭിമാനമായ യേശുദാസ് എന്ന ഇതിഹാസ ഗായകൻ. മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമായി എത്രയെത്ര ഗാനങ്ങളാണ് അദ്ദേഹം പാടിയത്. ആ ഗന്ധർവനാദം എത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ സ്വരമാധുര്യം, ആ ആലാപന ഭംഗി ഇനിയും എത്രയോ തലമുറകൾക്ക് ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും അദ്ദേഹം എത്രയോ പാടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമാ ചരിത്രം ആരംഭിക്കുന്നത് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കു വേണ്ടിയായിരുന്നു. 1962 കാൽപ്പാടുകൾ റിലീസ് ചെയ്യുന്നത്. സാമ്പത്തികമായി കാൽപ്പാടുകൾ വൻ പരാജയമായിരുന്നു. കുട്ടിക്കാലത്ത് മഹാകുസൃതിയായിരുന്നു ദാസേട്ടൻ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തെങ്കിലും കുസൃതി കാണിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും കണക്കിന് തല്ലുവാങ്ങുമത്രേ. സ്കൂളിൽ ജനഗണമന പാടിയിരുന്നത് ദാസേട്ടനായിരുന്നു. പക്ഷേ പലപ്പോഴും അദ്ദേഹം ജനഗണമനയുടെ സമയം കഴിഞ്ഞേ സ്കൂളിലെത്തിയിരുന്നുള്ളൂ. വരും വഴി ചായക്കടയിലോ മറ്റു വഴിവക്കിലോ പാട്ടും കേട്ട് നിൽപ്പുണ്ടാവുമത്രേ. ദാസേട്ടൻ്റെ 7ാമത്തെ വയസ്സിൽ ഫോർട്ട് കൊച്ചിയിലെ തൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു സംഗീത മത്സരത്തിൽ വന്ദേമാതരം പാടിക്കൊണ്ടാണ് അദ്ദേഹം ആദ്യമായി ഒരു സ്വർണ്ണ മെഡൽ നേടുന്നത്. അദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ ബഹുമതിയായിരുന്നു അത്. ഒരു ദിവസം തന്നെ പല ഭാഷകളിൽ 11 ഗാനങ്ങൾ പാടി റെക്കോർഡ് ചെയ്ത ചരിത്രം ദാസേട്ടനുണ്ട്. ഇന്ത്യൻ ഗായകരിൽ ഈ നേട്ടം ദാസേട്ടൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അംഗീകാരം എന്ന സിനിമയിലെ നീല ജലാശയത്തിൽ എന്ന ഗാനം ദാസേട്ടൻ പാടി റെക്കോർഡ് ചെയ്തത് ഒറ്റ രാത്രി കൊണ്ടാണ്. ഹാസ്യതാരങ്ങളിൽ ദാസേട്ടൻ ഏറ്റവും കൂടുതൽ ഗാനം പാടിയത് കുതിരവട്ടം പപ്പുവിന് വേണ്ടിയാണ്. ആദ്യ സിനിമയായ കാൽപ്പാടുകളിൽ ആദ്യ ഗാനം പാടിയത് നെല്ലിക്കോട് ഭാസ്കരന് വേണ്ടിയായിരുന്നു. ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചു എന്ന റെക്കോർഡും ദാസേട്ടനായിരുന്നു. ചിത്രമേള എന്ന സിനിമയിലെ 8 ഗാനങ്ങളും ദാസേട്ടനാണ് പാടിയത്. ഒരു ഗാനത്തിനിടയിൽ മാത്രം എസ് ജാനകിയുടെ സ്വരം വന്നു എന്ന് മാത്രം. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, പാടുവാൻ മോഹം, ആകാശദീപമേ, നീയൊരു മിന്നലായി, അപസ്വരങ്ങൾ, ചെല്ലച്ചെറുകിളിയെ, നീയെവിടെ നിൻ നിഴലെവിടെ, കണ്ണീർ കായലിലെ എന്നീ 8 ഗാനങ്ങളും ഹിറ്റുകളായിരുന്നു. 1980 തിരുവനന്തപുരം വെള്ളയമ്പലത്ത് തരങ്കിണി സ്റ്റുഡിയോ ദാസേട്ടൻ്റെ അമ്മ എലിസബത്ത് ജോസഫ് ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. യേശുദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള തരങ്കിണി സ്റ്റുഡിയോ മലയാള സിനിമ ഗാനശാഖയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇവിടെ ആദ്യം റെക്കോർഡ് ചെയ്ത സിനിമ സഞ്ചാരിയായിരുന്നു. ശ്യാമധരണിയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവിടെ ആദ്യം റെക്കോർഡ് ചെയ്തത്. ഏതൊരു ഗാനപ്രേമിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ് ദാസേട്ടൻ്റെ തരങ്കിണി റെക്കോർഡിംഗ് സ്റ്റുഡിയോ. 2 നഷ്ടങ്ങളെ ദാസേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, ഗോഡ് ഈസ് ലവ് എന്ന് മദർ തെരേസ ഒപ്പിട്ട് നൽകിയ ഓട്ടോഗ്രാഫ് കളഞ്ഞു പോയതും 2, പങ്കജ് മല്ലിക്കിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോ നഷ്ടമായതും. ഇതിലും അപ്പുറം അവാർഡുകൾക്കും അംഗീകാരങ്ങൾക്കും ഒപ്പം പോവാത്ത ഒരാളാണ് ദാസേട്ടൻ. എന്നും അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടേയുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നും അവഗണനകളിൽ നിന്നുമാണ് ദാസേട്ടൻ ഇന്ന് മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ എന്ന പദവി വരെ എത്തിയത്. തൻ്റെ ഗാനമൊന്ന് ആകാശവാണിയിലൂടെ കേൾക്കാൻ കൊതിച്ച ഒരു ബാല്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ദാസേട്ടൻ്റെ ഒരേയൊരു വിഷമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പെൺമക്കളില്ലായിരുന്നു എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പെൺമരുമക്കൾ വന്നപ്പോൾ ആ വിഷമവും മാറി. നല്ല വിശ്രമ ജീവിതവും സന്തോഷകരപരമായ ജീവിതവുമാണ് അദ്ദേഹം നയിക്കുന്നത്. അദ്ദേഹം പാടിയ ഗാനങ്ങളെന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഗാനശേഖരങ്ങളാണ്. ഇന്നും ഒരു തലമുറ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഓരോ സായാഹ്നവും ചിലവിടുന്നത്. എൻ്റെ ഭാവനയിൽ വന്നിട്ടുള്ള, എൻ്റെ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ദാസേട്ടൻ്റെ 10 ഗാനങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അഴകേ നീൻ, മാനസലോല, താരും തളിരും, പുളിയിലക്കരയോലും, ആകാശദീപം, മെല്ലെ മെല്ലെ, കാതോട് കാതോരം, ഹൃദയം ഒരു വീണയായി, ആരോമൽ ഹംസമേ, ഇന്ദുലേഖ കൺതുറന്നു. നിങ്ങളുടെ ഭാവനയിൽ വന്നിട്ടുള്ളതും നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളതുമായ ഗാനങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും.
അവ ഏതൊക്കെയാണെന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുമല്ലോ.